ഞങ്ങൾ പാടുന്ന കാലത്തിൽ ഇത്രയും ഡിജിറ്റൽ മീഡിയ ഒന്നുമില്ല. പക്ഷെ ഇപ്പൊ ഒരു പാട്ട് പാടിയാൽ തന്നെ വേൾഡ് മുഴുവൻ എല്ലാവരും കേൾക്കുന്നു അല്ലെ, എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു സൂപ്പർ സ്റ്റാർ പ്രോഗ്രാം എന്ന് വെച്ചാൽ. അപ്പോൾ ദാറ്റ് ഇസ് എ ചാലഞ്ച് അല്ലേ, ബിക്കോസ് വെൻ യു കം ഇൻ ടു ദ ലൈം ലൈറ്റ് വെരി ഏർലി, എനിക്ക് തോന്നും നമ്മുടെ ലേണിംഗ് പ്രോസസ്സ് ഒന്ന് സ്റ്റോപ്പ് ആവും ഇങ്ങനെ പോപ്പുലർ ആയ. അത് പിന്നെ ആ ഒരു ഘട്ടത്തിന് നമ്മൾ കടന്നു പോകണമെങ്കിൽ അത് നമ്മുടെ നല്ല പേരൻസിന്റെ ഒരു സപ്പോർട്ടും ടീച്ചേഴ്സിന്റെ ഒരുപാട് കെയർ ആൻഡ് നറിഷ്മെന്റ് വേണം. അത് വിഷ്ണുമായ, ബിക്കോസ് ഐ നോ ദാറ്റ് യു ബീൻ വർക്കിംഗ് സോ ഹാർഡ്. അത് ആൻഡ് ഇറ്റ് ഇസ് വെരി ഹാർഡ് അങ്ങനെ ചെയ്യുന്നത്. അത് കുറിച്ചൊന്ന് പറയാം. അനു മാം, ഇപ്പോൾ എനിക്ക് ഒരു ഡേ ബെറ്റർ ആണെങ്കിൽ നാളെ അത് ബാഡ് ആവും. അത് ഡിഫറെൻ്റ് ആണ് ഓരോ ദിവസവും. ഇപ്പം ഇന്ത്യൻ ഐഡലിൽ പോയത് തന്നെ പറഞ്ഞാൽ എനിക്ക് അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എനിക്കത്. ഞാൻ ടോപ്പ് 30 വരെ എത്തി. ആ ഒരു സോങ് അത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടു, അത്രയും എനിക്ക് അപ്രീസിയേഷൻസ് കിട്ടി. അപ്പോൾ ഒരിക്കലും എനിക്ക് എന്ത് അപ്രീസിയേഷൻസ് കിട്ടിയാലും അച്ഛനും അമ്മയും അങ്ങനെ തന്നെ വാവ് എന്നുള്ള ഒരു വേൾഡിലേക്ക് പോകാൻ സമ്മതിക്കാറില്ല പൊതുവെ ഇത്രയും വർഷങ്ങളായിട്ട്. അപ്പോ നല്ല അച്ഛനും അമ്മയും ഒരു മാതൃകയാണ് അവര്. മറ്റേ പിള്ളേരെ എടുത്തു വെച്ച് ചുമ്മാ തലയെ വെച്ചിട്ട് ടെൻഷനാക്കി ആവശ്യമില്ലാത്തതും ഉള്ളതും എല്ലാം കൂടെ പറഞ്ഞ് ടെൻഷൻ കയറ്റി കുഞ്ഞുങ്ങളായിട്ട് വരയ്ക്കുന്ന കുറേ അച്ഛനമ്മമാരെ എനിക്കറിയാം. അതുകൊണ്ട് എന്തൊക്കെയായാലും വിഷ്ണുമായുടെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങളുടെ സ്പെഷ്യൽ കൈത്തം. ഇനി വിഷ്ണുമായ ഒരു മലയാളിയോട് ഫസ്റ്റ് കണ്ടുകഴിഞ്ഞാൽ ചോദിക്കുന്ന ചോദ്യം, നാട്ടിലെവിടെയാ? നാട്ടില് ഞാൻ ശരിക്കും കോഴിക്കോടാ. ഇതൊരു കോഴിക്കോടുകാരനാ. കോഴിക്കോട് ഹലുവായിരിക്കുന്നത്. കോഴിക്കോട് ബാലുശ്ശേരി നടുവണ്ണൂർ അവിടേക്കാണ് ശരിക്കും വീട്. ഇപ്പൊ ടെമ്പററിലി ഞാൻ വയനാടാണ്, കൽപ്പറ്റ സ്ഥലത്ത്.